ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അത് വെൽവെറ്റിൻ്റെ ഫാബ്രിക്കാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. അതിനുവേണ്ടി 2 പീസ് തുണി ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. വിഡ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എത്രയാണോ അത്ര ലെങ്ത്ത് മുറിച്ചെടുത്തിടുക. ഇനി മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിടുകയാണ്. ഇലാസ്റ്റിക് വെക്കാനുള്ള പോർഷനാണ് അത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ കൊണ്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ വരയിലേക്ക് ഒരു ഫോൾഡിങ് കൂടി ചെയ്തിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. 2 സൈഡും അതുപോലെ തന്നെ 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തിട്ട് ആ വരയിലേക്ക് എത്തിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനിയുള്ളത് താഴെയാണ്. താഴെ മടക്കി അടിക്കാനായിട്ട് അവിടെയും ഒരു 1/4 ഇഞ്ച് വീതം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് മുകളിൽ നമ്മൾ 3 ഇഞ്ചിൽ ഇപ്പോൾ മടക്കി അടിച്ചായിരുന്നല്ലോ, അതിൻ്റെ സെൻട്രൽ പൊസിഷൻ ഒരു 1.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതിൻ്റെ മിഡിൽ പോയിൻ്റ് ആയിട്ടത് വരും. 2 സൈഡും 1.5 ഇഞ്ച് വീതം ഞാൻ മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടുവാണ്. അതിനുശേഷം ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. 20 ഇഞ്ചിലായിരുന്നു നമ്മൾ ആദ്യം ലെങ്ത്ത് എടുത്തിരുന്നത്. നമുക്കിവിടെ ഇലാസ്റ്റിക് വേണ്ടത് ഏകദേശം ഒരു 9 ഇഞ്ച് ഇലാസ്റ്റിക് മതിയാകും. മാക്സിമം ഒരു 9-9.5 ഇഞ്ചൊക്കെ നമുക്ക് മതിയാകും. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ ടൈറ്റായി പോകും. ഇനി ഞാൻ ഇലാസ്റ്റിക്കിൽ ഒരു പിന്ന് കുത്തിയിട്ട് മുകളിൽ മിഡിൽ പോയിന്റിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തായിരുന്നല്ലോ, അതിൻ്റെ താഴത്തെ ഭാഗത്ത് കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സൈഡിലും അത് വിട്ടു പോകാതിരിക്കാനായിട്ട് ഇലാസ്റ്റിക്കിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ 2 സൈഡും ഞാൻ അങ്ങനെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും രണ്ടിൻ്റെയും നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ, ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇട്ടിട്ട് നമ്മൾ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു സ്ട്രാപ്പ് അടിച്ചെടുക്കലാണ്. അത് ഞാനൊരു 1 ഇഞ്ച് വീതിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചിലാണ്. 10 ഇഞ്ച് മതിയാകും. 1 ഇഞ്ച് വീതം 2 സൈഡും മടക്കി അടിക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സ്ട്രാ 2 ഇഞ്ച് കൂടെ അതിൽ ആഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അപ്പോൾ അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുവേണ്ടി നമ്മളുടെ ഉൾവശം എടുത്ത് വെച്ചിട്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഭാഗത്തായിട്ട്, താഴെ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് അകലം നമ്മൾ അവിടെ നിന്ന് നീക്കിയിട്ട് വേണം ഈ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നമ്മളൊരു 1 ഇഞ്ചിൽ അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് വന്നിരിക്കുന്നതിൻ്റെ മീതെ വെച്ച് കൊടുത്ത് ഒന്ന് 2-3 സ്റ്റിച്ച് കൂടുതൽ ചെയ്ത് കൊടുക്കാം. അത് പെട്ടെന്ന് വിട്ടുപോകാതിരിക്കാനാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത വശത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. അവിടെയും ഒരു 2 ഇഞ്ച് അകലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ ഈ സ്ട്രാപ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ചിൽ അകത്തേക്ക് മടക്കിയിട്ട് ആ ഇലാസ്റ്റിക് വെച്ചിരിക്കുന്നതിൻ്റെ മീതെയായിട്ട് അതിൻ്റെ എൻഡിലായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക്കും ഫ്രില്ലും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് അവിടെ ഇത്തിരി ടഫായിരിക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അതിന് ഒരു 1 ഇഞ്ച് മുകളിലായിട്ട് ഞാനൊരു സ്റ്റിച്ചിങ്ങും കൂടി കൊടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്രില്ല് കൊടുത്തിരിക്കുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് ചാടിക്കിടക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ 2 സൈഡും ഞാൻ അതുപോലെ തന്നെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പാർട്ടിൻ്റെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ
അടുത്ത പാർട്ടിൻ്റെയും 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്ക് 1 ഇഞ്ച് സ്ട്രാപ്പ് മടക്കി വെച്ചിട്ട് 2 ഇഞ്ച് അകലത്തിൽ ഞാൻ സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടെയും സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാനൊരു ലേസ് കൂടെ സിമ്പിളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.